പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം തരം ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സുരേന്ദർജി മാട്ട് സാബ് സേ ബേല കോ ഏക് ദുരനുഭവ് ഹുവ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സുരേന്ദർജി മാട്ട് സാബ് 5वीं कक्षा के गणित के अध्यापक था, अले वह बहुत क्रूर आदमी था. जरा सी गलती पर बच्चों को इधर उधर फेंकते थे और जापट मारने लगते थे. अले एक दिन बिना कोई गलती के യാതൊരു തെറ്റുമില്ലാഞ്ഞിട്ട് പോലും സുരേന്ദർജി മാട്ട് സാബിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫസായ. പക്ഷേ ആ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉനോനെ ബേല കോ ചോട് ദിയ. പക്ഷേ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് അടി കിട്ടി, അല്ലെ ബാൽ പകഡ്കർ ഇധർ ഉധർ ഖിഞ്ച. ഇത് ബേലയുടെ മനസ്സിൽ വലിയ ദുഃഖമുണ്ടാക്കി. അതുകൊണ്ട് ബേലക്ക് എന്ത് ചെയ്തു? ജബ് വഹു ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസേ നസർ നഹി മിലാ പായി. അടുത്ത് പോയി ഇരുന്നപ്പോൾ സാഹിലിനെ നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഉസ്കെ പാവ് കാമ്പ് രഹേദേ, അവൾ ഡർ ഗയേദേ. അപ്പോൾ അവളുടെ അവസ്ഥ കണ്ടിട്ട് സാഹിൽ ബി ഡർ ഗയേദേ. അപ്പോൾ ഈ രണ്ടുപേരുടെയും മാനസികാവസ്ഥ, അവർ വീട്ടിൽ പോയി അമ്മയോട് പറയുന്നു, അല്ലേ, ഡയറിയിൽ എഴുതി വെക്കുന്നു, കൂട്ടുകാർക്ക് കത്തയക്കുന്നു. പിന്നെ നമ്മൾ സുരേന്ദർജി മാട്ട് സാബിൻ്റെ ചരിത്രഗത വിശേഷത, സ്വഭാവ സവിശേഷത, ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഈ പാഠത്തിൽ നമ്മൾ ഈ ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. എവിടെ? ദീപാവലി की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी दी. कोई उसे होए सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना डाकू, तो कोई कुछ और कहकर चिढ़ा रहा था. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. छत से गिर गई, बेला ने हंसते हुए कहा बहुत दिन हो गए, आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. नहीं लगेगी, बेला ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलकंडी लंगड़ी टांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वही एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है, सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ബീർ ബഹൂട്ടി. അപ്പോൾ നമ്മൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഹാനി, പ്രഭാത് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ്റെ കഹാനിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപാവലി കി ചുട്ടിയോം കെ ബാദ്, ദീപാവലി അവധി കഴിഞ്ഞതിന് ശേഷം, ചുട്ടി അവധി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരാഴ്ച അവധി കൊടുക്കുന്നത് പോലെ ഉത്തരേന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ദീപാവലി, അല്ലേ? കഴിഞ്ഞ മാസം ഈ മാസം നവംബറിലാണ് നമ്മൾ കഴിഞ്ഞത് ദീപാവലി. ചുട്ടി അവധി കെ ബാദ് ശേഷം, ജബു സ്കൂൾ ഖുല. അപ്പോൾ ദീപാവലിക്ക് ഒരാഴ്ചത്തെ അവധി കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ സ്കൂൾ ഖുല, സ്കൂൾ തുറക്കപ്പെട്ടത്, ഖോൽന തുറക്കുക, ഖുല തുറക്കപ്പെടുക. ബേല കെ സിർ പർ സഫേദ് പട്ടി ബന്ധി ദി. ബേലയുടെ തലയിൽ വെളുത്ത ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജ്, ബന്ധിതി കെട്ടിയിരുന്നു, ബാന്ധന കെട്ടുക. അപ്പോൾ നമ്മളല്ല കെട്ടുന്നത്, അല്ലേ, നേഴ്സാണ് കെട്ടുന്നത്, അതുകൊണ്ടാണ് ബന്ധി, കെട്ടിയിടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ തലയിൽ ബാൻഡേജും കെട്ടി വന്ന ബേലയെ ചിലർ ഉസേ ഹോയേ ഹേയേ, അപ്പോൾ നമ്മളത് ഈ കാണുന്ന ചിഹ്നകിടിയല്ല വേണ്ടത്, കുട്ടികൾ അവളെ കളിയാക്കി വിളിക്കുകയാണ്. എന്താണ്? ഹോയേ ഹേയേ ഹോയേ സഫേദ് പട്ടി,
വെളുത്ത ബാൻഡേജുകാരി എന്ന് ചിലർ പറഞ്ഞിരുന്നു. കഹ്രഹാദ തോ കോയി, ചിലർ സുൽത്താന ഡാക്കു, കൊള്ളക്കാരുടെ റാണി. ആ കാലഘട്ടത്തിൽ, ഈ കഥ എഴുതുന്ന കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധയായ ഒരു കൊള്ളക്കാരി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫൂലൻ ദേവി എന്ന് പറയുന്ന കൊള്ളക്കാരി. അവരെ എതിരാളികൾ വധിച്ചു. അവർ MP ആയിരുന്നു, ലോകസഭാ മെമ്പറായിരുന്നു. അപ്പോൾ തലയിൽ ഒരു തുണീൻ്റെ തോർത്ത് പോലെ ഒരു കെട്ടും കെട്ടിയിട്ടാണ് നടക്കും. അതുകൊണ്ട് ഇവിടെ തലയിൽ ബാൻഡേജും കെട്ടി വന്ന ബേലയെ ഡാക്കു എന്ന് പറഞ്ഞ കൊള്ളക്കാരൻ്റെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, രാജാവ്, സുൽത്താന റാണി, രാജ്ഞി. തോ കോയി, ചിലർ കുച്ച് ഔർ, മറ്റെന്തൊക്കെയോ കഹ്കർ ചിഠാരഹാത, ചിടാന, ഖിജാന, ദേഷ്യം പിടിപ്പിക്കുക. അപ്പോൾ തലയിൽ ബാൻഡേജും കെട്ടി വന്ന ഇവളെ പല തരത്തിൽ പേര് വിളിച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ദേഷ്യം പിടിപ്പിച്ചു. ഈ ക്യാ ഹോ ഗയാ ബേല. പക്ഷേ വളരെ സ്നേഹത്തോടെ സാഹിൽ ചോദിച്ചു, ഇതെന്തു പറ്റി വേലേ? സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച. പരേശാൻ എന്ന് പറഞ്ഞാൽ വിഷമം, വളരെ വിഷമത്തോടെ, തൻ്റെ കൂട്ടുകാരിയുടെ അവസ്ഥ കണ്ടിട്ട് വിഷമത്തോടെ ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി. ഛത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ടെറസ്, കോൺക്രീറ്റ് മേൽഭാഗം, വീട്ടിൻ്റെ ടെറസിൽ നിന്ന് വീണു. ഗിർ ഗയി, ഗിർന വീഴുക. ബേലാനെ ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോ ഗയേ, ഒരുപാട് ദിവസങ്ങളായി. ആജ് ഖേൽ ഖണ്ഡിമേ ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്ക് ഖേലേങ്കെ. അപ്പോൾ നീണ്ട അവധി കഴിഞ്ഞ് വരുമോന്ന്. ആജ് ഇന്ന് ഖേൽ ഖണ്ഡിമേ, ഉച്ച സമയത്ത്, ഒഴിവ് സമയത്ത്, ഖണ്ഡി മണിക്കൂർ, ഗാന്ധി ചൗക്കുമേ, ഗാന്ധി മൈതാനത്ത്, ലങ്കടി ടാങ്ക്, നമ്മൾ ഒറ്റക്കാലിൽ ഞൊണ്ടിക്കളി കളിക്കും. അപ്പോൾ സാഹിൽ പറഞ്ഞു, നഹീ ഖേലേങ്കെ, കളിക്കുകയില്ല. തേരെ സിർമേ ഫിർസെ ലഗ് ജായിഗിത്തോ, നീ വീണ്ടും വീണിട്ട് നിൻ്റെ തലയിൽ വീണ്ടും മുറിവ് പറ്റിയാലോ. നഹീ ലഗേഗി, പറ്റുകയില്ല. ബേലാനെ ജിദ് കി, ജിദ് എന്ന് പറഞ്ഞാൽ വാശി. പക്ഷേ ബേലക്ക് വാശിയായിരുന്നു. ഇന്ന് നമ്മൾ ഉച്ചക്ക് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ഞൊണ്ടിക്കളി കളിക്കും, ഒറ്റക്കാലിൽ തുള്ളിക്കളിക്കും, അല്ലേ, കക്ക് കളിക്കുക എന്നൊക്കെ പറയും. അവർ വേ ഹമേശാക്കി തരെ, എല്ലാ ദിവസത്തെയും പോലെ. സാരേ ബച്ചോങ്കെ സാത്ത്, മുഴുവൻ കുട്ടികളുടെയും കൂടെ, കെ സാത്ത് കൂടെ, ഗാന്ധി ചൗക്ക് കി ബാലുമേ, ഗാന്ധി ചൗക്കിലെ, ഗാന്ധി മൈതാനത്തെ, ബാലു പൂഴി, മണ്ണിൽ, പൂരി ഖേൽഗണ്ടി, ഉച്ചക്കത്തെ അവധി സമയം മുഴുവൻ, ലഞ്ച് ബ്രേക്ക് സമയം മുഴുവൻ, ലങ്കടി ടാങ്ക് ഖേലെ. ഇൻ ബച്ചോങ്കോ അപ്പനെ ചാരോ മോർ ഖേൽത്തെ ദേക്ക് കർ. അപ്പോൾ ആ ഗാന്ധി മൈതാനത്തിന് ആ പേര് വന്നത് അവിടെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ചുറ്റും ചാരോ മോർ ഖേൽത്തെ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി പ്രതിമ, സ്ത്രീലിംഗവതായത് കൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ കീ ऐसी दिखाई पड़ती, ഇങ്ങനെ കാണപ്പെട്ടു. ജൈസേ ആ ഒരു സമയസേ കുച്ച് അധിക് മുസ്കരാ രഹി ഹോ, പുഞ്ചിരിക്കുന്ന ഗാന്ധി പ്രതിമ കൂടുതൽ പുഞ്ചിരിക്കുന്നതായി കാണുന്നവർക്ക് തോന്നി. ഇനി രവിവാർ കാ ദിൻ ഥ. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഭാഷണത്തിൻ്റെ സ്കോപ്പുണ്ട്, അല്ലേ. തൻ്റെ തലയിൽ പറ്റിയ മുറിവിനെ കുറിച്ച് ബേലയും സാഹിലും തമ്മിലുള്ള ഒരു സംഭാഷണം, വാർത്താലാപ്, അതിനെ പട്കഥയാക്കി മാറ്റി എഴുതണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. രവിവാർ കാ ദിൻ ഥ, രവിവാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. സാഹിൽ അപ്പനെ ഘർ മേം നീം കെ പേട് കി ഡാലി പകഡ്കർ ജൂം രഹാദ. സാഹിൽ തൻ്റെ വീട്ടിലെ നീം എന്ന് പറഞ്ഞാൽ വേപ്പ് മരത്തിൻ്റെ ഡാലി, കൊമ്പ് പിടിച്ച്, പകഡ്കർ ജൂം രഹാദ, ആടുകയായിരുന്നു. വഹി ഏക്ക് സ്റ്റൂൾ പർ ചട്കർ, ഒരു സ്റ്റൂളുമ്മിൽ ചട്കർ കയറിയിട്ട്, ജൂൽത്താ രഹ, ആടിക്കൊണ്ടിരുന്നു. അച്ചാനക്, പെട്ടെന്ന്, ടൂട്ടേ സ്റ്റൂൾ കി, പൊട്ടിയ സ്റ്റൂളിൻ്റെ ഏക്ക് കീൽ, ആണി, സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പിണ്ടലി എന്ന് പറഞ്ഞാൽ നമ്മളെ കാൽമുട്ടിൻ്റെ പുറകു ഭാഗത്തുള്ള പേശിയെയാണ്, മാംസപേശിയെ, മസിലിനെയാണ് പിണ്ടലി എന്ന് പറയുന്നത്. അവിടെ തറച്ചു. ഏക്ക് ഇഞ്ച് ഗഹര ഗഠ ഹോ ഗയ, 1 ഇഞ്ച് ആഴമുള്ള ഗഠ, കുഴി, മുറിവുണ്ടായി. ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച്, 2.5 സെൻറ്റിമീറ്റർ ആഴത്തിൽ മുറിഞ്ഞു. ഉസേ സർക്കാരി അസ്പതാൽ മേം പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയ. അവനെ സർക്കാർ ആസ്പത്രിയിലേക്ക്, ഹോസ്പിറ്റൽ, പട്ടി ബന്ധുവാനെ, ബാൻഡേജ് കെട്ടാൻ കൊണ്ടുപോയി. ഉസ്നെ ദേക്ക, അവിടെ എത്തിയപ്പോഴോ അവൻ എന്താ കണ്ടത്? ദോ ലോഗോങ്കോ ചോഡ്കർ ആകെ, ദോ ലോഗോങ്കോ ചോഡ്കർ ആകെ, 2 ആൾക്കാരുടെ മുമ്പിൽ, ഇവൻ നിൽക്കുന്നതിന് 2 ആളെ മുന്നിലായിട്ട്, ബേല ഖടി ഹെ, ബേല നിൽക്കുന്നു. സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ, തൻ്റെ തലയിലെ ബാൻഡേജ് അഴിച്ചു കെട്ടാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലൊരു സംഭാഷണം നടക്കാം, അല്ലേ. അതിനെ നമുക്ക് പട്കഥയാക്കി മാറ്റാം.
സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും, അവർ കക്ഷാമേം ക്ലാസ്സിലും, കൈ ദിനോം തക് എത്രയോ ദിവസങ്ങൾ വരെ, ദോ ഏസേ ബച്ചേ ദിക്കായി ദേത്തെ ഇങ്ങനെയുള്ള 2 കുട്ടികളെ കാണപ്പെട്ടു, ജിൻമേം സേ അതിൽ ഏക് കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിരുന്നു, ഔർ ഏക് കി പിണ്ടലിമേ മറ്റേയാളുടെ മുട്ടൻ്റെ പിറകിലെ പേശിക്ക്, സഫേദ് പട്ടിവാലെ ദോനോ വെളുത്ത ബാൻഡേജ് ഇട്ട ഈ 2 പേരും കഹീം പർബി എവിടെയും സാത്ത് ഹീ ദിക്കായി ദേത്തെ ഒന്നിച്ച് തന്നെയാണ് കാണപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇവരെ സാത്ത് ഹീ ദിക്കായി ദേത്തെ ഒന്നിച്ച് കാണപ്പെടുന്നത്? ദോനോം അഭിന്ന മിത്രദേ അല്ലെ, ദോനോം ദിലി ദോസ്ത് ദേ.